ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അതിരാവിലെ പുറത്തെയുള്ള വ്യൂ ആണിത്. ഇപ്പോൾ ടൈം 4:35 AM. ലൈറ്റ് ഇട്ടാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് നമ്മുടെ ഡേ 2 ഫൗണ്ടർ ജേണി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊച്ചിയിലുള്ള രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ്. ഈ കാണുന്ന പ്ലഷർ സ്കൂട്ടറാണ് എൻ്റെ റെഡ് ബുള്ള്. എൻ്റെ മോസ്റ്റ് ഓഫ് ദ ജേണീസും റെഡ് ബുള്ളിലാണ്. എത്ര രാവിലെ ആണെങ്കിലും അമ്മയാണ് എപ്പോഴും എന്നെ യാത്ര അയക്കാറ്. അമ്മയോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പോകുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതാണ് ഓലേട്ടിയമ്പലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ പോകുന്ന വഴിയിൽ അത്യാവശ്യം പാൻ ഇന്ത്യ ലെവൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുറ്റിത്തെരുവ് ജംഗ്ഷൻ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റിലൂടെ മരണം സംഭവിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. 20 സെപ്റ്റംബർ 1914 കേരളവർമ്മ വലിയ കോയിൽ തമ്പുരാന് ഇവിടെ വെച്ചിട്ട് കാർ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇന്ന് രാജഗിരി കോളേജിലേക്ക് പോകുന്നത് കോളേജിൽ നടക്കുന്ന സ്റ്റാർട്ടിറ്റപ്പ് പ്രോഗ്രാമിൻ്റെ ജഡ്ജായിട്ടാണ്. നമ്മുടെ സ്റ്റാർട്ടപ്സ് ആയിട്ടുള്ള പ്രിമിനൻറ്റും ഫൈൻഡ് സ്റ്റാർട്ടപ്പും സ്റ്റാർട്ടിറ്റപ്പ് പ്രോഗ്രാമിൻ്റെ എക്കോസിസ്റ്റം പാർട്ട്നേഴ്സാണ്. ഇന്ന് സൺഡേ ആണ്. സ്റ്റേഷൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിന്ന് പോകുന്നത് എയർനാഡ് എക്സ്പ്രസ്സിലല്ല, ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. എയർനാഡാണ് ആദ്യം പ്ലാറ്റ്ഫോമിൽ വരുന്നത്. എയർനാഡ് പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ് അതിലുണ്ടായിരുന്ന ഈ പരസ്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതൊരു ഔട്ട് ഓഫ് ഹോം മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ OOH മാർക്കറ്റിംഗ്. ഞാൻ ആലോചിച്ചത് രഞ്ജി പണിക്കർ എന്ന ബ്രാൻഡ് അംബാസഡറും ഈ ബ്രാൻഡുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് എന്നാണ്. അപ്പോഴാണ് ഞാൻ ഈ വാല്യൂസ് ശ്രദ്ധിക്കുന്നത്. ബ്രാൻഡ് പറയുന്ന 75 വർഷത്തെ തടിയുറപ്പും 25 വർഷത്തെ വാറൻറ്റിയുമാണ്. അപ്പം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രഞ്ജി പണിക്കറിന് 65 വയസ്സാണ് പ്രായം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മലയാളം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 35 വർഷമാണ്. അപ്പോൾ ഏകദേശം ഈ ബ്രാൻഡിന് ആപ്റ്റായിട്ടുള്ളൊരു ബ്രാൻഡ് അംബാസഡർ തന്നെയാണ് രഞ്ജി പണിക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നതും ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആവുന്നതാണ്. ഇത്രയും ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. എൻ്റെ സീറ്റ് നമ്പർ 40 ആണ്. മുകളിലാണ് സ്പേസ് വരുന്നത്. അപ്പോൾ ഇത്രയും ചിന്തിച്ച കാര്യങ്ങൾ ഇനിയുള്ള സമയം കൊണ്ട് അതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതൊരു ലിങ്ക്ഡിൻ പോസ്റ്റും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. രണ്ടിടത്തും പോസ്റ്റൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ട്രെയിൻ ഏകദേശം ചേർത്തല എത്താറായി. എന്നാൽ കുറച്ച് നേരം യൂട്യൂബ് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റാർട്ടപ്പുകളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഷാർക്ക് ടാങ്കിൻ്റെ വീഡിയോസ് മിക്കപ്പോഴും എനിക്ക് സജഷൻസ് ആയിട്ട് വരാറുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ഊബർ ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊബർ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ചേട്ടനും വണ്ടിയും മാവേലിക്കര രജിസ്ട്രേഷനാണ്. കഴിഞ്ഞ വർഷം ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി വന്ന് കഴിഞ്ഞ 1 വർഷമായിട്ട് ആൾ ഊബർ ഓടുകയാണ് എറണാകുളത്ത്. എങ്ങനെയുണ്ട് ചേട്ടാ, ലാഭമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത മാസം പുതിയൊരു വണ്ടി കൂടി ഊബർ ഓടാനായിട്ട് ആൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. കേട്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരുന്ന നമ്മുടെ പ്രവാസികൾ നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ ജോലിയും ബിസിനസ്സും ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളിവിടെ രാജഗിരി കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മുടെ കൂടെയുള്ള മറ്റ് ജഡ്ജസിനെയും പരിചയപ്പെട്ടു. നമ്മുടെ ജഡ്ജിങ് പാനലിലുള്ള 2 ജഡ്ജസ് കെയർ സ്റ്റാക്കിൽ നിന്നാണ്. ഒരു സാറ് മലബാർ ഏഞ്ചൽ നെറ്റ്വർക്കിൽ നിന്നുമാണ്. ഞാനുൾപ്പെടെ മൊത്തം 4 ജഡ്ജസാണ് ഇന്നത്തെ പിച്ചിങ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. Mr. Abhijit EM, he serves as a product manager at CareStack. Mr. ABJ Jail is a distinguished member representing Malabar Angels at this forum. He holds a bachelor's degree in engineering from College of Engineering, Trivandrum,
and an MBA specializing in finance. Mr. Nitin K. Verghese. He is a founder and CEO of Primident. He has been actively engaged in startup acceleration through initiatives like Finance Startup and has worked closely with Kerala Startup Mission incubation ecosystem, supporting emerging entrepreneurs. His experience across corporate, startup and incubation domains makes his perspective extremely valuable for today's participants. Thank you all for joining us this morning. As for taking the ഇനി നമ്മുടെ പിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. What if in the top of Instagram bio itself you could have a link? Promise. And that also, that is when you talk about the small town. Too much. Completely stop the transition, but we have not been able to achieve it yet. Enter the app in the full page. Take a screenshot. എല്ലാ ടീംസിൻ്റെയും പിച്ചിങ്ങിന് ശേഷം നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും നടത്തിയിട്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. Last year. റിട്ടേൺ പോകുന്നത് ഞാനും അഭിജിത്ത് ബ്രോയും ഒരുമിച്ചാണ്. ഈവനിങ് ഉള്ള എയർനാട് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. Superfast Express via Palakkad is expected to arrive at 16 hours. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിലും നമുക്ക് രണ്ടുപേർക്കും എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നന്നായിട്ട് ദാഹിച്ചു. ട്രെയിനിൽ നിന്ന് മിനറൽ വാട്ടർ വിൽക്കാനായിട്ട് കയറിയ ബായിയുടെ കയ്യിൽ നിന്ന് 2 കുപ്പി വെള്ളം മേടിച്ചു. വെള്ളത്തിനാകട്ടെ കുപ്പിയിൽ എഴുതിയിരിക്കുന്ന വില 14 രൂപ. ബായി നമ്മുടെ അടുത്ത് ചോദിച്ചത് ഒരു കുപ്പിക്ക് 20 രൂപ വെച്ച്. ഞങ്ങൾ രണ്ടുപേർക്കും പ്രതികരണശേഷിക്കൊട്ടും കുറവില്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രതികരിച്ചു. എന്നാൽ ബായി ആകട്ടെ 14 രൂപയ്ക്കെന്നാൽ നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മേടിച്ചോ എന്നായി. അപ്പോഴായിരുന്നു അഭിജിത്തിൻ്റെ ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കം. ഈ കാണുന്ന വെബ്സൈറ്റിൽ ഒരു ഗ്രീവിയൻസ് ഫയൽ ചെയ്തു. ശേഷം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും വെള്ളം വിൽക്കാൻ കോൺട്രാക്റ്റുള്ള ആളുടെ കയ്യിൽ നിന്നും നമുക്ക് കോൾ വന്നു. കോൺട്രാക്ടർ നമ്മളോട് പരാതി പിൻവലിക്കാനും പൈസ തിരിച്ച് നൽകാമെന്നും പറഞ്ഞു. എന്നാൽ നമ്മൾ പരാതി പിൻവലിച്ചില്ല. എന്തായാലും ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് അഭിജിത്ത് ട്രിവാൻഡ്രം എത്തുന്നതിന് മുമ്പ് തന്നെ എമൗണ്ട് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതുപോലെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കായംകുളം സ്റ്റേഷന് റീച്ച് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.